അസ്സലാമു അലൈക്കും. നോക്കൂ, ആരാണ് യഥാർത്ഥ ഒരു മതവിശ്വാസി? ഒരു മതവിശ്വാസി എങ്ങനെയായിരിക്കണം? നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ മതങ്ങളും സ്നേഹവും സഹിഷ്ണുതയും മതസൗഹാർദ്ദവും തന്നെയാണ് പഠിപ്പിക്കുന്നത്. അത് ക്രൈസ്തവ മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും ഹൈന്ദവ മതത്തിലായാലും എല്ലാ മതങ്ങളിലും പരസ്പരം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശങ്ങളാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ചില വർഗീയവാദികൾ, മതം തലയ്ക്ക് പിടിച്ച ചില വർഗീയവാദികൾ ആ സാഹോദര്യത്തെയും സ്നേഹത്തെയും ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. സ്നേഹത്തോടുകൂടി കഴിയുന്ന എല്ലാവരെയും പരസ്പരം തമ്മിൽ തല്ലിപ്പിക്കാൻ ശ്രമിക്കുന്നു. നോക്ക്, നല്ല ഒരു വിശ്വാസിക്ക് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. മറ്റുള്ള ദൈവങ്ങളെയും മറ്റുള്ള മതങ്ങളെയും ഒക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുകൂടി എല്ലാ മതങ്ങളും പഠിപ്പിച്ചു വെക്കുന്നുണ്ട്. നോക്കൂ, പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ള ദൈവങ്ങളെയോ മറ്റുള്ള ആരാധനാലയങ്ങളോ നിങ്ങളൊന്നും ചെയ്യരുത്, അവർ നിങ്ങൾ ആദരവോടുകൂടി കാണണം, ബഹുമാനത്തോടുകൂടി കാണണമെന്നും മറ്റുള്ള ദൈവങ്ങളെ കളിയാക്കരുത് എന്നും പരിഹസിക്കരുത് എന്നും അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചു വെക്കുന്നുണ്ട്. ഇസ്ലാം മാത്രമല്ല, എല്ലാ മതങ്ങളിലുമുണ്ട് സനാതനധർമ്മം. ആ സനാതനധർമ്മത്തിൽ പോലും മറ്റുള്ള മതങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിൽ വർഗീയത നിറഞ്ഞ ചില വർഗീയവാദികൾ അവർ ആ നല്ല സനാതനധർമ്മത്തെ അല്ലെങ്കിൽ ഹൈന്ദവരെ, അവരുടെ ആ ഒരു സംസ്കാരങ്ങളെയും ദൈവങ്ങളെയും ഒക്കെ മറ്റുള്ളവർക്ക് മുമ്പിൽ കളിയാക്കാനുള്ള ഒരു ഉപാധിയായി ചില ആളുകൾ ചെയ്തു വരികയാണ്. നോക്കൂ, ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഒരു ഹൈന്ദവ സഹോദരൻ്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലെങ്ങും വലിയ രീതിയിൽ വൈറലായി മാറുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ കണ്ടത്. അദ്ദേഹം സംസാരിക്കുന്നൊരു രീതിയുണ്ട്, മനോഹരമായ രീതിയിൽ അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു വെക്കുകയാണ്. ഞാൻ അധികം നീട്ടാതെ ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം. യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല. ഒരു ഞെട്ടലോ ഭയപ്പെടുകയോ ചെയ്യുമ്പോൾ ഇത് ചൊല്ലുക, നമുക്കൊരു ധൈര്യം താനേ വരും. മുളക്കലം പോകുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കരുത്, നടക്കുമ്പോൾ കാലുകളുടെ അടയാളം പതിക്കരുത്, നടക്കുമ്പോൾ തുടർച്ചയായി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്, അനാഥ കുട്ടികളുടെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ ലാളിക്കരുത്, വിധവയുടെ മുന്നിൽ വെച്ച് ഭാര്യയോട് സ്നേഹം കാണിക്കരുത്, പാവപ്പെട്ടവന്റെ മുന്നിൽ വെച്ച് പണത്തിന്റെ മേനി പറയരുത്, നിങ്ങൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്, നിങ്ങൾ നിന്നുകൊണ്ട് ഭക്ഷിക്കരുത്, അത് കാരണം രോഗം വന്നാൽ മരണമല്ലാതെ ചികിത്സയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഖുർആനിനെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുകയും, കാരണം ഉടമസ്ഥനെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന നാൽക്കാലികളെക്കാളും കൂടുതൽ വേഗത്തിൽ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് ഖുർആൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിന് ഉന്മേഷം തോന്നുന്ന അവസരങ്ങളിൽ ഖുർആൻ വായിക്കൂ, മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവിൽ തുടങ്ങിയാലോ അത് അടച്ചു വെച്ച് എഴുന്നേറ്റ് പോവുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തല സൂക്ഷ്മത പാലിച്ച് ജീവിച്ചൊരു മനുഷ്യനെ ഉണ്ടാവില്ല. ഇത് പഠിക്കണം ശരിക്കില്ലേ? നോക്ക്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോ. എത്ര മനോഹരമായ ഒരു വീഡിയോ ആണിത്. അതിനേക്കാൾ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അതിനകത്ത് സംസാരിക്കുന്നത് ഒരു ഹിന്ദുവായ സഹോദരനാണ്. അദ്ദേഹം പ്രവാചകന്റെ മഹത്വത്തെക്കുറിച്ച്, ഖുർആനിന്റെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം മനോഹരമായി സംസാരിച്ചു വെക്കുന്നുണ്ട്. നോക്ക്, ഇതാണ് ഒരു യഥാർത്ഥ ഹിന്ദു. ഇങ്ങനെയാവണം ഒരു യഥാർത്ഥ ഹിന്ദു. അല്ലാതെ മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് എപ്പോൾ നോക്കിയാലും മുസ്ലിം വിരുദ്ധതയും വിദ്വേഷവും ഒക്കെ പറയലും അത് പ്രചരിപ്പിക്കുന്നവരും ഒരു യഥാർത്ഥ ഹിന്ദുവല്ല. അവർ പേരിൽ മാത്രം ഹിന്ദുക്കളാണ്. നമ്മുടെ സമുദായത്തിൽ മുസ്ലിം നാമധാരികൾ ഉള്ളതുപോലെ പേരിൽ മാത്രമാണ് മുസ്ലിം, പക്ഷേ അവരുടെ പ്രവൃത്തികളും ജീവിതങ്ങളും ഒന്നും ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെതല്ല. നോക്കൂ, ആ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വർഗീയതയും വിദ്വേഷവും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. അദ്ദേഹം അങ്ങനെ സംസാരിച്ചു എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ മതത്തിൽ നിന്നും പുറത്തു പോകുന്നില്ല. നമുക്കറിയാം, ഒരുപാട് ഉസ്താദുമാർ, ഒരുപാട് പണ്ഡിതന്മാർ സംസ്കൃതത്തിൻ്റെ ശ്ലോകങ്ങളൊക്കെ പറയുന്ന വീഡിയോകൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. അവരാ പ്രസംഗിച്ചു പോകുന്ന കൂട്ടത്തിലാണ് സംസ്കൃതത്തിൻ്റെയും അതോടൊപ്പമുള്ള രാമായണത്തിൻ്റെ മറ്റുമൊക്കെ മനോഹരമായ ശ്ലോകങ്ങൾ, അതിൻ്റെ ആ ഒരു പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു സന്ദേശം പറഞ്ഞു കൊടുക്കണമെന്നുള്ള ആ ഒരു സംസാരത്തിനിടയിൽ അവർ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. എന്നു കരുതി അവരാരും ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു പോകുന്നില്ല. നോക്കി, ഇസ്ലാം ബഹുദൈവ ആരാധനയ്ക്കെതിരാണ് എന്നു കരുതി ആ ബഹുദൈവ ആരാധന ചെയ്യുന്നവരെ അവരെ കൊല്ലാനോ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാനോ ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അവരെ അവരുടെ വഴിക്ക് വിടുക. നോക്കൂ, ഖുർആൻ തന്നെ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞു വെച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ലോകത്തോട് പഠിപ്പിച്ചത്. അവർ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി മുന്നോട്ട് പോകട്ടെ.
നാം നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി മുന്നോട്ട് പോവുക. അതോടൊപ്പം മറ്റു മതസ്ഥരെയോ അവരുടെ ദൈവങ്ങളെയോ ഒരിക്കലും പഴിച്ചാറ് നടത്തലും അവരെ കളിയാക്കലും പരിഹസിക്കലും ചീത്ത വിളിക്കലും ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. നോക്കിയതോടൊപ്പം ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ കൂടി കാണിക്കാം. കഴിഞ്ഞ കുറേ കാലങ്ങളായി വർഗീയവാദികൾ ടാർഗറ്റ് ചെയ്യുന്നൊരു പ്രദേശമാണ് മലപ്പുറം. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം. കാരണം ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ജില്ല, ആ ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതലും മതസൗഹാർദ്ദത്തിന്റെ മനോഹരമായ സന്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അത്തരം മതസൗഹാർദ്ദത്തിന്റെ ആ മനോഹരമായ കാഴ്ചകൾ പലപ്പോഴും അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികൾക്ക് പലപ്പോഴും തിരിച്ചടിയായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതൊരു തീവ്രവാദത്തിന്റെ ഒരു പ്രദേശമായി അവർ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതേ മലപ്പുറം ജില്ലയെക്കുറിച്ച്, ആ മലപ്പുറം ജില്ലയുടെ മതസൗഹാർദ്ദത്തെക്കുറിച്ച്, അവിടെയുള്ള ജനങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ഒരു ഹിന്ദുവായ ഒരു സഹോദരി പറയുന്ന മനോഹരമായ ചില കാര്യങ്ങളുണ്ട്. അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. 2011 ഞാൻ മലപ്പുറം ജില്ലയിൽ GM UPS തൂവക്കാട് എന്നായിരുന്നു സ്കൂളിന്റെ പേര്. മുസ്ലിം സ്കൂളായിരുന്നു. അപ്പൊ അവിടെ എത്തിച്ചേരുന്നത് 10:30 മുതൽ 4:30 വരെ ആയിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഒരു രീതിയല്ല. അവിടെ മദ്രസാ പഠനം ഉള്ളത് കൊണ്ട് 10:30 മുതലാണ് സ്കൂളുള്ളത്. 4:30 ചെല്ലുമ്പോഴാണ് അവിടെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ എല്ലാവരും സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ്. പക്ഷെ അച്ഛനൊക്കെ ഒരു പേടിയുണ്ട്. അച്ഛന് തിരിച്ചിങ്ങ് പോരണം. ഹസ്ബൻഡിന്റെ അച്ഛനാണ് കൂടെ വന്ന് തിരിച്ചു പോരണം. എന്നെ അവിടെ നിർത്തുകയും വേണം. അപ്പൊ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ ഉള്ള മാഷന്മാര് പറഞ്ഞത്, നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാവണ്ട, നിങ്ങൾക്ക് റൂം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ബേജാറാവണ്ട, എന്റെ പുരയ്ക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ ഓരോരുത്തരും പറയുന്നവര് അത് നമുക്ക് ആദ്യം ഒരു അതിശയം പോലെ തോന്നി. പിന്നീടാണത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് അവരുടെ ഉള്ളിൽ നിന്നും അവരുടെ ഒരു രീതിയാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. പിന്നെ അവിടെ പ്രധാനമായിട്ട് ഞാൻ കണ്ടത്, ഞാൻ അവിടെ മുസ്ലിങ്ങളെ കണ്ടിട്ടില്ല, ഹിന്ദുക്കളെയും കണ്ടിട്ടില്ല. അവിടെ ഞാൻ കണ്ടത് മനുഷ്യരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജമ്മു കാശ്മീർ കണ്ടിട്ട് പറഞ്ഞിരുന്നു, ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണെന്ന്. അത് ആ നാടിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ്, ഭൂപ്രകൃതി കണ്ടിട്ടാണ്. പക്ഷെ ഞാൻ പറയും, ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്റെ അറിവിൽ ഞാൻ മലപ്പുറന്നേ പറയുള്ളൂ. അത് അവിടുത്തെ ഭൂമിയുടെ പ്രത്യേകതയോ മറ്റൊന്നുമല്ല, അവിടുത്തെ മനുഷ്യരുടെ മനസ്സ് കണ്ടിട്ടാണ്. നോക്കി, ഇത്ര മനോഹരമായിട്ടാണ് അവർ സംസാരിച്ചത്. ഇതാണ് നമ്മുടെ നാട്, ഇതാണ് നമ്മുടെ കേരളം. ഇതുപോലെ മനസ്സിൽ വർഗീയതയില്ലാത്ത, വിദ്വേഷമില്ലാത്ത ഹൈന്ദവ സഹോദരങ്ങൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ നമ്മൾ എന്തിന് വർഗീയവാദികളെ ഭയപ്പെടണം? വർഗീയവാദികളുടെ സകല അജണ്ടകളെയും നമ്മൾ തകർക്കേണ്ടതില്ല. ഈ മനസ്സിൽ മനുഷ്യത്വമുള്ള, സ്നേഹമുള്ള, മനസ്സൗഹാർദ്ദമുള്ള ഈ ഹൈന്ദവ സഹോദരങ്ങൾ മതി സകല വർഗീയവാദികളുടെയും അജണ്ടകൾ തകർത്ത് തരിപ്പണമാക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വർഗീയവാദികളെ തൊട്ട്, വർഗീയവാദികളായ ഭരണാധികാരികളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.